തമിഴകം കൊട്ടിക്കലാശത്തിലേക്ക്. ബംഗാളിലെ ആദ്യഘട്ടം നിശബ്ദ പ്രചരണത്തിലേക്ക്. വോട്ടെടുപ്പ് മറ്റന്നാൾ. വോട്ടുറപ്പിച്ച് മുന്നണികൾ. നിതിൻ രാജിന്റെ കോളേജിലെത്തി കുടുംബം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് കണ്ടത് ഹൃദയഭേദക രംഗങ്ങൾ. അയ്യോ, എന്റെ മോനെ കുളിച്ചിട്ടാ ഉണ്ടിട്ടാ വെള്ളം കുടിച്ചിട്ട് എത്രയോ ദിവസമായി. മകനെ കൊന്ന പ്രിൻസിപ്പാളിനെ കാണേണ്ടെന്ന് പിതാവ്. അവനെ കണ്ടാ കുത്തിക്കൊല്ലോ. അവനെ എന്റെ മോനെ കൊന്നോനാ. അവനെ എല്ലാണ്ണത്തിന് അവനെ ആരെ കാണണം. അവനെ 10 കോടി നഷ്ടപരിഹാരം സർക്കാർ നൽകണമെന്ന് ആക്ഷൻ കൗൺസിൽ. ദളിത് ലീഗ് മാർച്ചിനിടെ ഉന്തും തള്ളും. സ്ട്രോങ് റൂം വിവാദം തുടരുന്നു. പാലക്കാട് വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂം തുറക്കില്ല. തുറക്കാൻ തീരുമാനിച്ചത് EVM സ്ട്രോങ് റൂം അല്ലെന്ന് ജില്ലാ കളക്ടർ. തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. സംസ്ഥാനം ചുട്ടുപഴുക്കുന്നു. ഡാമുകളിൽ ജലനിരപ്പ് കുറയുന്നു. റെക്കോർഡ് ഭേദിച്ച് വൈദ്യുതി ഉപയോഗം. ആശ്വാസം വേനൽ മഴയിൽ തേടും. മുഖ്യമന്ത്രിയുടെ മകന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശന വിവാദം കനക്കുന്നു. ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ മർദ്ദിച്ചതായി പരാതി. കയ്യേറ്റം ചെയ്തത് ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരെന്ന ആക്ഷേപം. പശ്ചിമേഷ്യ അശാന്തമായി തുടരുന്നു. വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഇറാൻ. നിരവധി ബോംബുകൾ പൊട്ടാൻ തുടങ്ങുമെന്ന് ട്രംപ്. ഹോർമുസിൽ ഉപരോധത്തിൽ നിന്ന് പിന്മാറ്റമില്ല.